മോർണിംഗ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് നമ്മളുടെ ഇത് സ്മോൾ ഓസിലേഷനിലുള്ള ഒരു ടോപ്പിക്കാണ്, അതായത് ജനറൽ തിയറി ഓഫ് സ്മോൾ ഓസിലേഷൻസ്. അപ്പോൾ നമ്മൾ സ്മോൾ ഓസിലേഷൻ്റെ ആവശ്യം എന്താണെന്നുള്ളതും അതേപോലെ നമ്മൾ അതിൻ്റെ നോർമൽ കോർഡിനേറ്റ്സ് എന്താണെന്നുള്ളതും അതിനെക്കുറിച്ചൊക്കെ ആയിരുന്നു കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് അതിൻ്റെ ജനറൽ തിയറി എന്താണെന്നുള്ളത് നോക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇത്ര നേരം പറഞ്ഞതുപോലെ തന്നെ ഫസ്റ്റ് നമ്മൾ പൊട്ടൻഷ്യൽ എനർജി എന്താണെന്നുള്ളത്, ഇതിൻ്റെ പ്രൊസീജിയർ എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ എനർജി നോക്കുക, കൈനറ്റിക് എനർജി നോക്കുക, എന്നിട്ട് ലഗ്രാഞ്ചിയൻ കണ്ടുപിടിക്കുക, ലഗ്രാഞ്ചിയൻസ് ഇക്വേഷൻ ഓഫ് മോഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, സൊല്യൂഷൻ കണ്ടുപിടിക്കുക. ഓക്കെ, ആ രീതിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യുക, ഒരു കൺസർവേറ്റീവ് സിസ്റ്റത്തിൻ്റെ പൊട്ടൻഷ്യൽ എനർജി എന്താണെന്നുള്ളത് നോക്കാം. അത് നമ്മൾ സ്പെസിഫൈഡ് ബൈ n ജനറലൈസ്ഡ് കോർഡിനേറ്റ്സ് q1 q2 എക്സെട്ര qn ഈസ് റെപ്രസെൻറ്റഡ് എസ്. അതായത് നമ്മൾ q1 q2 എക്സെട്ര qn എന്ന് പറയുന്ന n ജനറലൈസ്ഡ് കോർഡിനേറ്റ്സിൻ്റെ ടേമിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പൊട്ടൻഷ്യൽ എനർജി പറയുന്നത്. അപ്പോൾ v ഈസ് ഈക്വൽ ടു q1 q2 എക്സെട്ര qn. v ഓഫ് q1 q2 എക്സെട്ര qn ആണ് നമ്മൾ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത്. അപ്പോൾ വി ആർ ഇൻട്രസ്റ്റഡ് ഇൻ ദ മോഷൻ ഓഫ് ദ സിസ്റ്റം വെൻ ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ദ പാർട്ടിക്കിൾസ് ആർ സ്മോൾ ഫ്രം ദ പൊസിഷൻ ഓഫ് സ്റ്റേബിൾ ഇക്വിലിബ്രിയം. നമുക്കറിയാം സ്റ്റേബിൾ ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്നും സ്മോൾ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ആ ഒരു കേസാണ് നമ്മൾ സ്മോൾ ഓസിലേഷൻസ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ സ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിൽ നിന്ന് വളരെ സ്മോളായിട്ടുള്ള, അതായത് സ്മോൾ ഡിസ്പ്ലേസ്മെൻറ്റിൽ പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്ന ആ ഒരു രീതിയിലുള്ള മോഷനെ കുറിച്ചാണല്ലോ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു ഡിസ്പ്ലേസ്മെൻറ്റിന് നമ്മൾ ജനറലൈസ്ഡ് കോർഡിനേറ്റ്സിൻ്റെ ടേമിൽ എന്ത് ചെയ്യാം, റെപ്രസെൻ്റ് ചെയ്യും. അതായത് വി ഡിനോട്ട് ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ദ ജനറലൈസ്ഡ് കോർഡിനേറ്റ്സ് ഫ്രം ഇക്വിലിബ്രിയം പൊസിഷൻ ബൈ യു ഐ വെച്ചിട്ട് നമുക്ക് ഡിനോട്ട് ചെയ്യാം. അപ്പോൾ ക്യു ഐ ഈസ് ഈക്വൽ ടു QI0 പ്ലസ് UI. ഇവിടെ QI0 എന്ന് പറയുന്നത് ഫിക്സ്ഡ് ആണ്. അതായത് നമ്മൾ ആ ഒരു ഇക്വിലിബ്രിയം സ്റ്റേബിൾ പൊസിഷൻ തന്നെ നമുക്ക് പറയാം QI0 എന്ന് പറയുന്നത്, QI0. അപ്പോൾ QI0 പ്ലസ് UI എന്ന് പറയുന്നത് ഒരു പുതിയൊരു ജനറലൈസ്ഡ് കോർഡിനേറ്റ് എന്ന് പറയാം ആ മോഷൻ്റെത്. അങ്ങനെയാണെങ്കിൽ QI ഈസ് ഈക്വൽ ടു QI0 പ്ലസ് UI എന്ന് എഴുതാം. അപ്പോൾ നമ്മൾ പൊട്ടൻഷ്യൽ എനർജി V ഓഫ് Q1 Q2 എക്സെട്ര qn ഈസ് ഈക്വൽ ടു V ഓഫ് Q1 നോട്ട് Q2 നോട്ട് എക്സെട്ര qn നോട്ട് പ്ലസ് സമ്മേഷൻ ഓവർ I ഈസ് ഈക്വൽ ടു 1 to n ഡോ V ബൈ ഡോ QI നോട്ട് ഇൻറ്റു QI മൈനസ് QI നോട്ട് പ്ലസ് 1 by 2 factorial into summation over I is equal to 1 to n, summation over I is equal to 1 to n, summation over j is equal to 1 to n, dou square V by dou QI into dou QJ 0 into QI minus QI not into QJ minus QJ dot etc plus etc. അപ്പോൾ ഇതൊരു സീക്വൻസ് ഫോമിലാണുള്ളത്. അപ്പോൾ നമ്മൾ ഈ ഒരു ഡോ വി ബൈ ഡോ QI നോട്ട് ഇസ് ഈക്വൽ ടു 0 എന്ന് കൊടുക്കാം. അതായത് ഇക്വിലിബ്രിയം പൊസിഷൻ്റെ നമ്മൾ മുമ്പ് പഠിച്ച ഒരു കണ്ടീഷൻ വെച്ചിട്ട് നമുക്ക് ഡോ വി ബൈ ഡോ QI നോട്ട് ഇസ് ഈക്വൽ ടു 0 എന്ന് എടുക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ഒരു ഫസ്റ്റ് ടേം ഇൻ ദ എക്സ്പാൻഷൻ റെപ്രസെൻറ്റ് ദ പൊട്ടൻഷ്യൽ എനർജി ഇൻ ദി ഇക്വിലിബ്രിയം പൊസിഷൻ ആൻഡ് ഈസ് കോൺസ്റ്റൻറ്റ് ഫോർ ദ സിസ്റ്റം. അതായത് ഈ ഒരു പൊട്ടൻഷ്യൽ എനർജിയുടെ ഈ ഒരു ഇക്വേഷനിലുള്ള ഫസ്റ്റ് ടേം, അതായത് V ഇൻറ്റു Q1 നോട്ട് Q2 നോട്ട് എക്സെട്ര QN നോട്ട് എന്ന് പറയുന്നത് നമ്മളെ ഇക്വിലിബ്രിയം പൊസിഷൻ്റെ പൊട്ടൻഷ്യൽ എനർജിയാണ്. അത് നമുക്ക് പറയാം, ഈ സിസ്റ്റത്തിന് കോൺസ്റ്റൻ്റ് ആണെന്നുള്ളത് പറയാം. ഓക്കെ, അപ്പോൾ അത് കോൺസ്റ്റൻ്റ് ആണ്. പിന്നെ അതുപോലെ അസ്യൂമിങ് ദ പൊട്ടൻഷ്യൽ എനർജി ഇൻ ദ ഇക്വിലിബ്രിയം ടു ബി 0. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇക്വിലിബ്രിയം പൊസിഷനിലുള്ള പൊട്ടൻഷ്യൽ എനർജി 0 ആണെന്ന് കൺസിഡർ ചെയ്യാം. എന്നിട്ട് UI എന്നുള്ളത് QI മൈനസ് QI നോട്ട് എന്ന് എഴുതാം. UJ ഈസ് ഈക്വൽ ടു QJ മൈനസ് QJ ഡോട്ട് എന്ന് എഴുതാം.
ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് വീന് എന്ത് ചെയ്യാം, ഈ ഒരു പറയുന്ന എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തിട്ട് നമുക്ക് വീനെ മാറ്റി എഴുതാം. എങ്ങനെ? ഹാഫ് ഇൻറ്റു സമ്മേഷൻ ഓവർ ഐ ഈസ് ഈക്വൽ ടു 1 to n സമ്മേഷൻ ഓവർ ജെ ഈസ് ഈക്വൽ ടു 1 to n വി ഐ ജെ യു ഐ യു ജെ എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ നമുക്ക് കിട്ടി. ഇവിടെ വി ഐ ജെ എന്ന് പറയുന്നത് എന്താണ്? ഡോ സ്ക്വയർ വി ബൈ ഡോ ക്യു ഐ ഡോ ക്യു ജെ നോട്ട് ഈസ് ഈക്വൽ ടു ഡോ സ്ക്വയർ വി ബൈ ഡോ യു ഐ ഡോ യു ജെ നോട്ട്. അതായത് ഇക്വിലിബ്രിയം പൊസിഷനിലുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. അപ്പോൾ കോൺസ്റ്റൻറ്റ് വിച്ച് ഈസ് ടു ബി ഇവാലുവേറ്റഡ് ക്യു ഐ ഈസ് ഈക്വൽ ടു ക്യു ഐ നോട്ട് ആൻഡ് ക്യു ജെ ഈസ് ഈക്വൽ ടു ക്യു ജെ നോട്ട്. അപ്പോൾ ഇത് രണ്ടും എന്താണ്? കോൺസ്റ്റൻ്റ് ആണെന്ന് പറയാം. അങ്ങനെ നമുക്ക് വി ഐ ജെ എന്ന് കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് വരികയാണ്. ഓരോന്ന് വലിയ വലിയ ടേംസിനെ നമ്മൾ സിമ്പിളായിട്ടുള്ള സിമ്പിൾ ഫോമിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ദ കോൺസ്റ്റൻറ്റ് വി ഐ ജെ ഇസ് ഈക്വൽ ടു വി ജെ ഐ ഫോം എ സിമെട്രിക് മാട്രിക്സ് വി. അപ്പോൾ ഈ വി ഐ ജെ എന്നുള്ളത് എന്താണ്? വി ജെ ഐക്ക് ഈക്വലാണ്. അങ്ങനെയാണെങ്കിൽ നമുക്കിത് ഒരു സിമെട്രിക് മാട്രിക്സ് വി ആണെന്നുള്ളത് പറയാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈക്വേഷൻ 46നെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മളെ ഒരു ഫോമിൽ മാറ്റി എഴുതാം. നമ്മൾ ഒരു മുമ്പ് പഠിച്ചിട്ടുണ്ടായിരുന്ന ക്വാഡ്രാറ്റിക് കോർഡിനേറ്റ്സിൻ്റെ ടേം. ഓക്കെ, അതിന് നമുക്ക് മാറ്റി എഴുതാൻ വേണ്ടി കഴിയുന്നുള്ളത്. അതായത് നമുക്ക് ഇതിനെ മെട്രിക്സ് ഫോമിലും മാറ്റി എഴുതുക എന്നുള്ളത്. എന്നിട്ട് എന്ത് ചെയ്യുക, ഓരോ ഇക്വേഷനെയും ക്വാഡ്രാറ്റിക് ഫോമിലും മാറ്റി എഴുതുക. അതായത് മെട്രിക്സ് നമ്മൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എഴുതിയില്ലേ, ആ കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് നമുക്കിവിടെ പൊട്ടൻഷ്യൽ എനർജി കിട്ടി. നെക്സ്റ്റ് നമ്മൾ കൈനറ്റിക് എനർജി എന്താണെന്നുള്ളത് നോക്കാം. കൈനറ്റിക് എനർജി ടി ആണ് അല്ലേ. അപ്പോൾ ടി ഈസ് ഈക്വൽ ടു സമ്മേഷൻ ഓവർ ഐ സമ്മേഷൻ ഓവർ ജെ half mij into qi dot qj dot, okay, which is equal to summation over I summation over j half mij ui dot uj dot. ഓക്കെ, അപ്പോൾ ക്യു ഐയുടെയും നമ്മൾ പുതിയ ജനറലൈസ്ഡ് കോർഡിനേറ്റ് ആയിട്ടുള്ള യു ഐയുടെയും രണ്ടിൻ്റെ ടേമിൽ നമുക്ക് എന്ത് ചെയ്താം, കൈനറ്റിക് എനർജി എഴുതാം. രണ്ടും എന്താണ്? ഈക്വലാണ്. അപ്പോൾ because the generalized coordinates do not involve time explicitly and therefore the kinetic energy is a homogeneous quadratic function of generalized velocities. Generalized velocity യുടെ homogeneous ആയിട്ടുള്ള quadratic equation ആണെന്നുള്ളത് നമുക്ക് പറയാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൈനറ്റിക് എനർജിയുടെ കോർഡിനേറ്റ്സ് ജനറലൈസ്ഡ് കോർഡിനേറ്റിന് എന്തില്ല, ടൈം ഇൻവോൾവ് ചെയ്യാത്തത് കാരണം നമുക്ക് ഇങ്ങനെ പറയാം. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യാം, the coefficients are in general function of generalized coordinates and therefore expanding mij in Taylor series. അപ്പോൾ mij നമുക്ക് ടൈലർ സീരീസ് എക്സ്പാൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മുമ്പ് ചെയ്തതാണ് ഇതൊക്കെ അല്ലേ. അപ്പോൾ mij ഇൻറ്റു Q1 എക്സെട്ര Qn. അപ്പോൾ നമ്മൾ ടൈലർ സീരീസ് എക്സ്പാൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ mij ഇൻറ്റു Q1 എക്സെട്ര Qn ഈസ് ഈക്വൽ ടു mij ഇൻറ്റു Q0 എക്സെട്ര Q0 1 എക്സെട്ര Q0n പ്ലസ് സമ്മേഷൻ ഓവർ k ഈസ് ഈക്വൽ ടു 1 to n ഡോ mij ബൈ ഡോ qk നോട്ട് ഇൻറ്റു യു കെ പ്ലസ്. അപ്പോൾ ഇവിടെ നമ്മൾ നോട്ട് യൂസ് ചെയ്യുന്നത് എന്തിനായിരുന്നു എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, എക്വിലിബ്രിയത്തിലുള്ളതും അല്ലേ. അപ്പോൾ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതൊന്ന് ശ്രദ്ധിക്കണം നിങ്ങൾ ഇത് ടേംസ് നോക്കുന്ന സമയത്ത്. ഓക്കെ, അപ്പോൾ നമ്മളെ ഇക്വേഷൻ 47 എന്ന് പറയുന്നത് എന്താണ്, ഓൾറെഡി ക്വാഡ്രാറ്റിക് ടേമിലാണുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അതിന് we obtain the lowest non-vanishing approximation to t in quadratic form only by retaining the first term in the expansion. അപ്പോൾ നമ്മൾ ഇതും എന്ത് ചെയ്യണം, ക്വാഡ്രാറ്റിക് ഫോമിലേക്കുള്ളത് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, mij അതായത് നമ്മൾ the constant values of function mij's are denoted by tij and then kinetic energy is. അപ്പോൾ അതായത് mij എന്നുള്ളതിന് നമുക്ക് tij എന്നുള്ളത് കൊടുക്കാം. അപ്പോൾ kinetic energy t is equal to half summation over I summation over j tij into ui naught uj naught എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ tij എന്നുള്ളത്
കോൺസ്റ്റൻ്റ് ആണ് ടി ഐ ജെ. എന്താണ് നമ്മളെ സിമെട്രിക് മെട്രിക്സ് എലമെൻറ്റ് ടിയുടെ എന്താണ് ടി എന്ന് പറയുന്ന സിമെട്രിക് മെട്രിക്സിൻ്റെ എലമെൻറ്റ്സ് ആണ് ടി ഐ ജെ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ലഗ്രാഞ്ച് നെക്സ്റ്റ്. അപ്പോൾ നമുക്കിവിടെ എന്ത് കിട്ടി? കൈനറ്റിക് എനർജി ടിയും അതേപോലെ പൊട്ടൻഷ്യൽ എനർജി വിയും കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യുക? ലഗ്രാഞ്ചിയൻ കണ്ടുപിടിക്കുക. ലഗ്രാഞ്ചിയൻ എൽ എന്ന് പറയുന്നത് എന്താണ്? ടി മൈനസ് വി ആണ്. അപ്പോൾ ടി മൈനസ് വി ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം, ഇവിടെ നമുക്ക് ശരിക്കും എന്താണ് എൽ എന്നാണ് വേണ്ടത്. അപ്പോൾ ഇവിടെ ഒരിടത്ത് പ്രിൻറ്റിങ് മിസ്റ്റേക്കാണ്, ടി ആയിട്ടുണ്ട്. അപ്പോൾ എൽ ഈസ് ഈക്വൽ ടു ഹാഫ് സമ്മേഷൻ ഓവർ ഐ സമ്മേഷൻ ഓവർ ജെ ഇൻറ്റു ടി ഐ ജെ യു ഐ നോട്ട് യു ജെ നോട്ട് മൈനസ് വി ഐ ജെ ഇൻറ്റു യു ഐ യു ജെ എന്നുള്ളത് നമുക്ക് കിട്ടി. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മളെ യു ഐ എന്ന് പറയുന്നത് ജനറലൈസ്ഡ് കോർഡിനേറ്റ്സ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ലഗ്രാഞ്ചിയൻ ഇവിടെ കിട്ടിയിട്ടുണ്ട്. ലഗ്രാഞ്ചിയൻ എൽ ആണ്. ലഗ്രാഞ്ചിയൻ എൽ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ ലഗ്രാഞ്ചസിൻ്റെ ഇക്വേഷൻ ഓഫ് മോഷൻ എടുക്കും. അതായത് ഡി ബൈ ഡി ടി ഓഫ് ഡോ എൽ ബൈ ഡോ ക്യു ജെ ഡോട്ട് മൈനസ് ഡോ എൽ ബൈ ഡോ ക്യു ഐ ഇസ് ഈക്വൽ ടു 0 എന്നുള്ളത് നമുക്ക് കൊടുക്കും. അപ്പോൾ ഇതിലേക്ക് നമ്മളുടെ ഇക്വേഷൻ, ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലുള്ളത് യുവിലാണ്, ക്യൂവിലല്ല. അപ്പോൾ നമ്മൾ ചെയ്യുന്ന സമയത്ത് എന്താണ് ക്യു ഐ ഡോട്ട് ആയിരിക്കും വരിക അടിയിൽ, അല്ലേ? അങ്ങനെയല്ലേ വരാൻ. അപ്പോൾ നമ്മൾ ഇവിടെ ലഗ്രാഞ്ചിയൻ എന്ത് ചെയ്യുക? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നിങ്ങൾ പാർഷ്യൽ ഡെറിവേഷൻ ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് എന്താണ്? സമ്മേഷൻ ഓവർ ജെ ഇസ് ഈക്വൽ ടു 1 to n ടി ഐ ജെ യു ജെ ഡബിൾ ഡോട്ട് പ്ലസ് വി ഐ ജെ യു ജെ ഇസ് ഈക്വൽ ടു 0 എന്നുള്ളത് കിട്ടും. ഇവിടെ ഐ എന്ന് പറയുന്നത് 1 2 എക്സെട്ര n ആണ്. നമ്മളെ ഇക്വേഷൻ 51 എന്ന് പറയുന്നത് എന്താണ്? ഒരു ഇക്വേഷൻ അല്ല, നമ്പർ ഓഫ് ഇക്വേഷൻസ് ആണ്, അല്ലേ? സമ്മേഷൻ ഓവർ ജെ ഇസ് ഈക്വൽ ടു 1 to n എന്ന് പറയുന്നുണ്ട്. അപ്പോൾ n ഇക്വേഷൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു വിച്ച് ആർ ടു ബി സോൾവ് ടു ഒബ്റ്റെയിൻ ദ മോഷൻ നിയർ ദി പൊസിഷൻ ഓഫ് ഇക്വിലിബ്രിയം. അപ്പോൾ പൊസിഷൻ ഓഫ് ഇക്വിലിബ്രിയത്തിന് നിയർ ആയിട്ടുള്ള, അതായത് സ്മോൾ ഓസിലേഷൻ വരുന്ന സമയത്തുള്ള ആ ഒരു നിയർ ആയിട്ടുള്ള മോഷൻ്റെ ഇക്വേഷൻ, അതായത് സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യാം? നമ്മൾ മോഷനെ നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ സൊല്യൂഷനായിരിക്കും നമ്മൾ എന്താണ് ഇക്വേഷൻ ഓഫ് ആ ഒരു ഇക്വേഷനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന സൊല്യൂഷൻ എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ നമ്മൾ എന്താണ് നമുക്കിവിടെ ഇക്വേഷൻ ഓഫ് മോഷൻ നമുക്കിവിടെ കിട്ടി. ഓക്കെ, സ്മോൾ ഓസിലേഷൻ്റെ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളെ ഇക്വേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് സെക്യുലർ ഇക്വേഷൻ ആൻഡ് ഐഗൺ വാല്യൂ ഇക്വേഷൻ. അപ്പോൾ നമ്മൾ ഈ ഒരു ഓസിലേറ്ററി സൊല്യൂഷൻ നമ്മൾ 51 എന്ന് പറയുന്നത് ഒരു ഓസിലേറ്ററി സൊല്യൂഷനാണ്. അപ്പോൾ ഇത് ഓസിലേറ്ററി മോഷനാണ്. ആ മോഷൻ്റെ ഇക്വേഷനാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മളിതിനെ ഒരു സൊല്യൂഷൻ ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ആ സൊല്യൂഷൻ വെച്ച് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒരു ഓസിലേറ്ററി സൊല്യൂഷൻ നമ്മൾ ഇതിന് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് അത് വെച്ച് നമ്മളൊന്ന് ചെയ്ത് നോക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ യു ഐ ഈസ് ഈക്വൽ ടു സി എ ഐ ഇ റൈസ് ടു ഐ ഒമേഗ ടി എന്ന് പറയുന്ന ഒരു സൊല്യൂഷനാണ് നമ്മൾ കൊടുക്കുന്നത്. ഇവിടെ സി എ ഐ എന്നുള്ളത് ഒരു കോംപ്ലക്സ് ആംപ്ലിറ്റ്യൂഡാണ്, ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ ഓസിലേഷൻ ഫോർ ഈച്ച് കോർഡിനേറ്റ് യു ഐ. യു ഐ എന്ന് പറയുന്ന ഓരോ കോർഡിനേറ്റ്സിനും ഉള്ള ഒരു കോംപ്ലക്സ് ആംപ്ലിറ്റ്യൂഡ് ഓഫ് സൊല്യൂഷനാണ് സി എ ഐ എന്ന് പറയുന്നത്. സി എന്ന് പറയുന്നത് എന്താണ്? ഒരു സ്കെയിൽ ഫാക്ടറാണ്. അതാണെങ്കിൽ എല്ലാ കോർഡിനേറ്റ്സിനും എന്താണ്? സെയിം ആണെന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഒരു സീൻ അങ്ങോട്ടേക്ക് മാറ്റി വെക്കാം. കോൺസ്റ്റൻ്റ് ആണ്, സെയിം ആണ്. അപ്പോൾ ആ സി ഇല്ലാതെ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു എ ഐ ഇൻറ്റു ഇ റൈസ് ടു ഐ ഒമേഗ ടീനെ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ മുമ്പുള്ള ആ ഒരു ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ടിങ് യു ജെ ഫ്രം ഇക്വേഷൻ 52 ആൻഡ് ഇക്വേഷൻ 51. അപ്പോൾ ഇക്വേഷൻ 52ലും 51ലും നമ്മൾ എന്ത് ചെയ്യാം? 51ൽ നമ്മൾ 52നെ എന്ത് ചെയ്യുക? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 52നെ 51ലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? സമ്മേഷൻ ഓവർ ജെ ഇസ് ഈക്വൽ ടു 1 to n വി ഐ ജെ എ ജെ ഇ റൈസ് ടു ഐ ഒമേഗ ടി മൈനസ് ഒമേഗ സ്ക്വയർ ടി ഐ ജെ എ ജെ ഇ റൈസ് ടു ഐ ഒമേഗ ടി ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. അപ്പോൾ ഇ റൈസ് ടു ഐ ഒമേഗ ടി സമ്മേഷൻ ഓവർ ജെ ഇസ് ഈക്വൽ ടു 1 to n വി ഐ ജെ എ ജെ മൈനസ് ഒമേഗ സ്ക്വയർ ടി ഐ ജെ എ ജെ ഇസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇ റൈസ് ടു ഐ ഒമേഗ ടി എന്ന് പറയുന്നത് എന്താണ്?
സീറോ ആവാൻ ചാൻസേ ഇല്ല. അപ്പോൾ അത് സീറോ ആവില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഇക്വേഷൻ ഈക്വൽ ടു സീറോ എന്ന് കൊടുക്കുവാണെങ്കിൽ അതിൽ രണ്ട് ടേം ഉണ്ടെങ്കിൽ രണ്ടും നമ്മൾ നോക്കും ഏതാണ് സീറോ ആണെന്നുള്ളത് അല്ലേ. അപ്പോൾ e⁻⁻t ഒരിക്കലും സീറോ ആവില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം, സമ്മേഷൻ ഓവർ j = 1 to n Vij Aj മൈനസ് ഒമേഗ സ്ക്വയർ Tij Aj = 0 എന്ന് പറയാം. അപ്പോൾ നമ്മൾ ആ ഒരു ഇക്വേഷന് 53A എന്ന് കൊടുക്കുക. അപ്പോൾ ഇത് സീറോ ആണെന്നുള്ളത് പറയാം. ഇനി നമ്മൾ ഇതിനെന്ത് ചെയ്യുക, ഇതൊരു ഇക്വേഷൻ ഫോമിലാണ്, ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഫോമിലാണ് ഉള്ളത്, നമ്പർ ഓഫ് ഇക്വേഷൻസ് ആയിട്ടാണുള്ളത്. ഇതിനെ നമുക്ക് എന്ത് ചെയ്യുക, മെട്രിക്സ് ഫോമിലേക്ക് മാറ്റാം. മെട്രിക്സ് ഫോമിലേക്ക് മാറ്റാം എന്ന് പറയുമ്പോൾ VA മൈനസ് ഒമേഗ സ്ക്വയർ TA = 0 എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക, ഇവിടെ മെട്രിക്സ് VTA ഇതൊക്കെ മെട്രിക്സ് ആണ്. ഇതൊക്കെ എന്താണെന്ന് നമുക്ക് പറയാം. V = V11 V12 എക്സെട്ര V1n, അങ്ങനെ V21 22 എക്സെട്ര 2n എക്സെട്ര എക്സെട്ര എന്ത് ചെയ്യുക, VN1 VN എക്സെട്ര VN2 എക്സെട്ര VNN. ഓക്കെ, അപ്പോൾ ഈ രീതിയിലുള്ളതാണ് V എന്ന് പറയുന്ന മെട്രിക്സ്. T എന്ന് പറയുന്നത് എന്താണ്, T11 T12 T1n എക്സെട്ര, അതേപോലെ TNN വരെയുള്ളത്. പിന്നെ A എന്ന് പറയുന്നത് എന്താണ്, A1 A2 എക്സെട്ര AN ഉള്ള ഒരു മെട്രിക്സ് ആണ്. അപ്പോൾ ഇങ്ങനെ 3 മെട്രിക്സ് ഉണ്ട്. അപ്പോൾ ഇക്വേഷൻ 53, അതായത് നമ്മൾ ആ ഒരു മെട്രിക്സ് ഫോമിലുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്, n ലീനിയർ ഹോമോജീനിയസ് അൽജിബ്രൈക് ഇക്വേഷൻ ആണ് ഇൻ AI and omega, that is V11 minus omega square T11 A1 plus V12 minus omega square T12 A2 plus ഇങ്ങനെ എന്ത് ചെയ്യാൻ എക്സെട്ര പ്ലസ് V1n മൈനസ് ഒമേഗ സ്ക്വയർ V1n AN = 0. അങ്ങനെ എന്ത് ചെയ്യുന്നു, നിങ്ങൾ ലാസ്റ്റിൽ എഴുതിയ ഇക്വേഷൻ കാണുന്നില്ലേ. അപ്പോൾ ഇത്രയും ഇക്വേഷൻസ് ആണ്, ഇത്രയുള്ള ആൽജിബ്രൈക് ഇക്വേഷൻ ആണെന്നുള്ളത് നമുക്ക് പറയാം. അപ്പോൾ ലെറ്റ് us assume that inverse of T matrix exist multiplying equation 53B by T inverse we get. അപ്പോൾ ഈ ഒരു T എന്ന് പറയുന്ന ഇക്വേഷൻ നമുക്ക് T ഇൻവേഴ്സ് ഉണ്ടെങ്കിൽ നമ്മൾ ആ ഒരു T ഇൻവേഴ്സ് വെച്ചിട്ട് ഇതിനെന്ത് ചെയ്യാം, T ഇൻവേഴ്സ് ഇതിൽ കൊടുക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, T ഇൻവേഴ്സ് VA മൈനസ് ഒമേഗ സ്ക്വയർ T ഇൻവേഴ്സ് TA = 0 എന്ന് കിട്ടും. അപ്പോൾ നമുക്കറിയാം ഒരു മെട്രിക്സിൻ്റെ ഇൻവേഴ്സും ആ ഒരു മെട്രിക്സും തമ്മിൽ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് T ഇൻവേഴ്സ് T എന്ന് പറയുന്നത് ഒരു ഐഡൻറ്റിറ്റി മെട്രിക്സ് I എന്നുള്ളത് പറയാം. പിന്നെ അതുപോലെ T ഇൻവേഴ്സ് V നമുക്ക് എന്ത് ചെയ്യാം, ഒരു യൂണിറ്റ് മെട്രിക്സ് ആണ്, അതിന് നമ്മൾ P എന്ന് പറഞ്ഞിട്ടൊരു വാല്യൂ കൊടുക്കാം, P എന്ന് പറഞ്ഞിട്ടൊരു നെയിം കൊടുക്കാം. അപ്പോൾ അതൊരു യൂണിറ്റ് മെട്രിക്സ് എന്നുള്ളത് നമുക്ക് പറയാം. അങ്ങനെയാണെങ്കിൽ Pനെയും Iനെയും നമ്മൾ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പോൾ PA മൈനസ് ഒമേഗ സ്ക്വയർ IA = 0 എന്ന് കിട്ടും. അതേപോലെ P മൈനസ് അതിന് മാറ്റി എഴുതി കഴിഞ്ഞാൽ P മൈനസ് ഒമേഗ സ്ക്വയർ I ഇൻറ്റു A = 0 എന്ന് കൊടുക്കാം. അപ്പോൾ ഇവിടെ ഇക്വേഷൻ 54 എന്ന് പറയുന്നത് നമ്മുടെ ഐഗൺ വാല്യൂ ഇക്വേഷൻ ആണ്. അപ്പോൾ ഇവിടെ ഒമേഗ സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്, ദ ഐഗൺ വാല്യൂസ് ഓഫ് പിയുടെ ഐഗൺ വാല്യൂസ് ആണ് ഒമേഗ സ്ക്വയർ. പിൻ്റെയും എയുടെയും ഐഗൺ വാല്യൂസ് ആണ് ഒമേഗ സ്ക്വയർ എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ പി എന്ന് പറയുന്ന ഒമേഗ സ്ക്വയർ എന്ന് പറയുന്നത് പിയുടെ ഐഗൺ വാല്യൂസ് ആണ്. അതേപോലെ എ എന്ന് പറയുന്നത് എന്താണ്, n കമ്പോണൻസിൻ്റെ ഐഗൺ വെക്ടറാണ്. is the eigenvector with the n component. എന്ന് പറയുന്നത് n കമ്പോണൻറ്റിൻ്റെ ഐഗൺ വെക്ടർ എന്നുള്ളത് നമുക്ക് പറയാം. അപ്പോൾ ഐഗൺ വാല്യൂസും ഐഗൺ വെക്ടറും കിട്ടിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇതാണ് എന്ത് ഐഗൺ വാല്യൂസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഐഗൺ വാല്യൂ ഇക്വേഷൻ്റെ സൊല്യൂഷൻ നോക്കാം, അല്ലെങ്കിൽ ഇത് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കിയാലോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് പഠിച്ചു നോക്കുക. ഓക്കെ, അല്ലെങ്കിൽ ഇതും കൂടെ പറയാം. ഓക്കെ, അപ്പോൾ ഐഗൺ വാല്യൂ ഇക്വേഷൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കണം. നമ്മളിപ്പോൾ ഐഗൺ വാല്യൂ ഇക്വേഷൻ വരെ കണ്ടുപിടിച്ച് വെച്ചു. ഇനി ഐഗൺ വാല്യൂ ഇക്വേഷൻ്റെ സൊല്യൂഷൻ. അപ്പോൾ നമ്മൾ എന്താണ്, നമുക്ക് സാധാരണയായിട്ട് നമ്മൾ ഐഗൺ വാല്യൂ ഐഗൺ വെക്ടർ ഉണ്ടെങ്കിൽ അതിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കുക എങ്ങനെയാണ്, ഡിറ്റർമിനൻ്റ് കണ്ടുപിടിക്കും. ഡിറ്റർമിനൻ്റ് = 0 എന്ന് കൊടുത്തിട്ടാണ് നമ്മൾ കണ്ടുപിടിക്കുക അല്ലേ. അപ്പോൾ നമുക്ക് P - ഒമേഗ സ്ക്വയർ I ഇൻറ്റു ഡിറ്റർമിനൻ്റ് = 0 എന്ന് എഴുതാം.
വി അല്ലെങ്കിൽ വി മൈനസ് ഒമേഗ സ്ക്വയർ ടീൻ്റെ ഡിറ്റർമിനൻ്റ് ഈക്വൽ ടു 0 എന്ന് പറയാം. അപ്പോൾ ഇത് നമ്മൾ എന്ത് ചെയ്യുക, എക്സ്പാൻഡ് ചെയ്യുക, മൊത്തം കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ട് അപ്പോൾ V11 മൈനസ് ഒമേഗ സ്ക്വയർ T11, V12 മൈനസ് ഒമേഗ സ്ക്വയർ T12 എക്സെട്ര, V1n മൈനസ് ഒമേഗ സ്ക്വയർ T1n, അങ്ങനെ എക്സെട്ര ലാസ്റ്റ് ലൈൻ വരെ വരും, അതായത് TNN വരെയുള്ളത്. അതിൻ്റെ മൊത്തം ഡിറ്റർമിനൻ്റ് ഈക്വൽ ടു 0 എന്ന് നമുക്ക് പറയാം. ഈ ഇക്വേഷൻ 55 എന്ന് പറയുന്നത് എന്താണ്, സെക്യുലർ ഇക്വേഷൻ ആണ്. ദീസ് ഇക്വേഷൻസ് ആർ കോൾഡ് സെക്യുലർ ഇക്വേഷൻ. അപ്പോൾ എന്താണ്, അപ്പോൾ ഇവിടെ എന്താണ്, ദിസ് ഡിറ്റർമിനൻ്റൽ കണ്ടീഷൻ ഈസ് ഇൻ എഫക്ട് എൻ അൽജിബ്രൈക് equation of nth degrees of omega square, and the root of determinant provide n frequencies omega 1 square, omega 2 square, etc. omega n square. These values are the normal mode frequencies mentioned in the last article. അതായത് നമ്മൾ എന്താണ്, നമുക്ക് ഇവിടെ എന്താണ് nth കുറേ അൽജിബ്രൈക് ഇക്വേഷൻസ് കിട്ടി അല്ലേ. അപ്പോൾ nth ഡിഗ്രി ഒമേഗ സ്ക്വയറിൻ്റെ nth ഡിഗ്രി വരെ വരുന്ന ഒരുപാട് ഇക്വേഷൻസ് നമുക്ക് കിട്ടി. പിന്നെ എന്താണ്, നമ്മളിതിൻ്റെ ഈ ഡിറ്റർമിനൻ്റ് റൂട്ട് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ എന്താണ്, നമുക്ക് n ഫ്രീക്വൻസീസും കിട്ടും. അതായത് ഒമേഗ സ്ക്വയർ, ഒമേഗ 2 എക്സെട്ര ഒമേഗ n സ്ക്വയർ വരെയുള്ള ഒരുപാട് എന്ത് ചെയ്യും, ഫ്രീക്വൻസീസും നമുക്ക് കിട്ടും. അപ്പോൾ ഇതൊക്കെ എന്താണ്, ഈ ഫ്രീക്വൻസീസ് എന്ന് പറയുന്നത് നോർമൽ മോഡ് ഫ്രീക്വൻസീസ് ആണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോർമൽ മോഡ്സ് പറയുന്ന സമയത്ത് ഫ്രീക്വൻസീസിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള നോർമൽ മോഡ് ഫ്രീക്വൻസീസ് ആണ് നമുക്കിവിടെ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്യുന്നു, ഒമേഗ സ്ക്വയറിൻ്റെ ഓരോ ഒമേഗ സ്ക്വയറിൻ്റെ വാല്യൂസ്, അതായത് ഒമേഗ കെ സ്ക്വയർ എന്ന് പറയാം. കെ എന്ന് പറയുന്നത് 1 2 എക്സെട്ര n ആണ്. അപ്പോൾ ഇതെന്താണ്, ഇത് ഓരോ എന്താണ് നമുക്ക് പറയാം കേത്ത് മോഡ് ഓഫ് വൈബ്രേഷൻ എന്ന് പറയാം. ഒമേഗ കെ എന്ന് പറയുന്നത് കേത്ത് മോഡ് ഓഫ് വൈബ്രേഷൻ എന്ന് പറയാം. ഒമേഗ 1 എന്ന് പറയുന്നത് ഫസ്റ്റ് മോഡായിരിക്കും. ഇപ്പോൾ മോഡ് 1 മോഡ് 2 നമ്മൾ നോർമൽ മോഡ് പഠിച്ച സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ കേത്ത് മോഡ് ഓഫ് എന്താണ് വൈബ്രേഷനാണെന്ന് പറയാം ഒമേഗ കെ സ്ക്വയറിനുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇക്വേഷൻ 53 എന്താവും, നമ്മൾ AI ആംപ്ലിറ്റ്യൂഡിന് സോൾവ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, നമുക്ക് ഒമേഗ കെ സ്ക്വയറിന് കറസ്പോണ്ടിങ് ആയിട്ട് കിട്ടുമല്ലോ. അപ്പോൾ നമ്മൾ ഇവിടെയുള്ള ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് AIK ആണ്. ഇവിടെ I എന്ന് പറയുന്നത് 1 2 എക്സെട്ര n ആണ്. അപ്പോൾ AIK ഈസ് ദ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദി കേത്ത് മോഡ് ഓഫ് ith കോർഡിനേറ്റ്. അപ്പോൾ കേത്ത് മോഡിലുള്ള ith കോർഡിനേറ്റിൻ്റെ ആംപ്ലിറ്റ്യൂഡാണ് AIK എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഒമേഗ കെ സ്ക്വയർ 0നേക്കാൾ കൂടുതലാകുന്ന സമയത്ത് എന്താണ്, നമ്മൾ മോഷൻ എന്ന് പറയുന്നത് ഓസിലേറ്ററി അബൌട്ട് ദ പൊസിഷൻ ഓഫ് സ്റ്റേബിൾ ഇക്വിലിബ്രിയം. ഒരു സ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിന് എന്താണ്, അബൌട്ട് ദി സ്റ്റേബിൾ ഇക്വിലിബ്രിയം പൊസിഷനിൽ എന്താണ് നമ്മൾ ഓസിലേറ്ററി മോഷനാണുള്ളത് എന്നുള്ളത് നമുക്ക് പറയാം. അപ്പോൾ നമുക്ക് ഇനി എന്ത് ചെയ്യാം, AIK എന്ന് പറയുന്ന ആംപ്ലിറ്റ്യൂഡ് കണ്ടുപിടിക്കാൻ നമ്മൾ ഇക്വേഷൻ 54 യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒമേഗ 1 ഒരു എന്ത് ചെയ്യുക, ഈ ഇക്വേഷൻ 54 നമ്മളൊരു പർട്ടിക്കുലർ ഫ്രീക്വൻസി എടുത്തിട്ട് അത് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എന്ത് ചെയ്യുന്നു, A11 A12 A21 AN1 അങ്ങനെ വരും അല്ലേ. അപ്പോൾ അതേപോലെ അപ്പോൾ ഒമേഗ 2 ആണെങ്കിൽ A12 A22 എക്സെട്ര AN2 ഇതേപോലെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ഓരോരോ വാല്യൂ ഓഫ് ഒമേഗക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എന്തുണ്ടാവും, ഐഗൺ വെക്റ്റേഴ്സ് ഉണ്ടാവും അല്ലേ. A11 A21 AN1 അങ്ങനെ ഉണ്ടാവും അല്ലേ. അപ്പോൾ ഇതേപോലെ എന്താണ്, n ഫോർ ഒമേഗ n A1n A2n ANn ആർ നോൺ. അപ്പോൾ അത് നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും. ഓരോ ഒമേഗയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള A11 അത് നമുക്ക് അറിയാം. അപ്പോൾ അതായത് നമുക്ക് n-1 ആംപ്ലിറ്റ്യൂഡ് ഫോർ പർട്ടിക്കുലർ ഫ്രീക്വൻസി, ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് n-1 ആംപ്ലിറ്റ്യൂഡ് നമുക്ക് എന്ത് ചെയ്യുക, കണ്ടുപിടിക്കാൻ വേണ്ടി കഴിയുന്നുള്ളത്. അപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഫോർ ഫ്രീക്വൻസി ഒമേഗ കെ വി ക്യാൻ ഡിറ്റർമൈൻ ഓൾ ദ ആംപ്ലിറ്റ്യൂഡ് എക്സെപ്റ്റ് 1. അപ്പോൾ ഒരു ആംപ്ലിറ്റ്യൂഡ് ഒഴിച്ച് ബാക്കി എല്ലാ ആംപ്ലിറ്റ്യൂഡും നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി കഴിയുന്നുള്ളത്. അതായത്
അതായത് A11 ഒഴിച്ച് ബാക്കി ഓക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി കഴിയുമെന്നുള്ളത്. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ അപ്പോൾ എന്ത് ചെയ്യാം, in other words, we may determine the coefficient aik in terms of a1k in the form of റേഷ്യോസ്. അപ്പോൾ റേഷ്യോ പോലെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതായത് A2k ഡിവൈഡ് ബൈ A1k, അല്ലെങ്കിൽ A3k ഡിവൈഡ് ബൈ A1k, ANK ഡിവൈഡ് ബൈ A1k, അങ്ങനെ കണ്ടുപിടിക്കാൻ വേണ്ടി കഴിയുന്നുള്ളതാണ്. അപ്പോൾ എ ജനറൽ സൊല്യൂഷൻ ഓഫ് ഇക്വേഷൻ 53 ഇൻവോൾവ്സ് എ സൂപ്പർപോസിഷൻ ഓഫ് ഓസിലേഷൻസ് വിത്ത് ഓൾ ദ permitted frequencies. അപ്പോൾ thus if the system is displaced slightly from equilibrium position and then released, it performs small amplitude oscillation about the equilibrium position with the frequencies omega 1, omega 2, etc. omega n. But the solution of the secular equation 55 are therefore often called the frequencies of free vibrations or the resonant frequencies of the system. അതായത് നമുക്കിവിടെ ഓരോ ഫ്രീക്വൻസിക്കും എന്ത് കണ്ടുപിടിക്കാൻ പറ്റും, ഓരോ ഫ്രീക്വൻസിക്കും കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് n-1 ആംപ്ലിറ്റ്യൂഡ് കണ്ടുപിടിക്കാൻ പറ്റും. ഒരു ആംപ്ലിറ്റ്യൂഡ് കണ്ടുപിടിക്കാൻ പറ്റില്ല, അതിൻ്റെ ടേംസിലായിരിക്കും ബാക്കിയെല്ലാം ഉണ്ടാവുക. അപ്പോൾ അല്ലെങ്കിൽ നമ്മൾ എന്ത് പറയാം, നമുക്ക് റേഷ്യോസ് ആയിട്ടും കണ്ടുപിടിക്കാൻ വേണ്ടി കഴിയും. അപ്പോൾ AIK എന്നുള്ളത് A1Kയുടെ റേഷ്യോ ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ജനറൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്താണ് ഇങ്ങനെയുള്ള പെർമിറ്റഡ് ഫ്രീക്വൻസിയുടെ സൂപ്പർ പൊസിഷൻ, അതായത് ഇൻവോൾവ്സ് എ സൂപ്പർ പൊസിഷൻ ഓഫ് ഓസിലേഷൻസ് വിത്ത് ഓൾ പെർമിറ്റഡ് ഫ്രീക്വൻസീസ്. അതായത് ഒരു ഇക്വിലിബ്രിയം പൊസിഷനിൽ സ്ലൈറ്റ്ലി ഡിസ്പ്ലേസ് ചെയ്തിട്ട് നമ്മൾ റിലീസ് ചെയ്യുന്ന സമയത്ത് അവിടെ എന്ത് ചെയ്യുക, സ്മോൾ ആംപ്ലിറ്റ്യൂഡ് ഓസിലേഷൻസ് ആയിരിക്കും ഉണ്ടാവുക. ഇക്വിലിബ്രിയം പൊസിഷന് അബൌട്ടായിട്ട് സ്മോൾ ആംപ്ലിറ്റ്യൂഡ് ഓസിലേഷൻസ് ആയിരിക്കും ഉണ്ടാവുക വിത്ത് ഫ്രീക്വൻസീസ് omega 1, omega 2, etc. omega n. അപ്പോൾ എന്താണ് ഒരു കുറേ ഇങ്ങനെ മാറി മാറി ഇങ്ങനെ omega n വരെയുള്ള ഫ്രീക്വൻസിയിലുള്ള ഓസിലേഷൻസ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ നമ്മളിതിൻ്റെ സെക്യുലർ ഇക്വേഷൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് ഇങ്ങനെയും പറയാം, എന്തും കൂടെ പറയാം, ദ ഫ്രീക്വൻസീസ് ഓഫ് ഫ്രീ വൈബ്രേഷൻസ് എന്നും കൂടെ നമുക്ക് പറയാം. ഫ്രീ വൈബ്രേഷൻ്റെ ഫ്രീക്വൻസീസ് ആണ് നമ്മളെ സെക്യുലർ ഇക്വേഷൻ്റെ സൊല്യൂഷൻ എന്ന് നമുക്ക് പറയാം. അല്ലെങ്കിൽ എന്താണ്, റെസൊണൻസ് ഫ്രീക്വൻസീസ് ഓഫ് ദി സിസ്റ്റം, ഈ സിസ്റ്റത്തിൻ്റെ റെസൊണൻസ് ഫ്രീക്വൻസി എന്നാണെന്നും കൂടെ നമുക്ക് പറയാം. അങ്ങനെയാണെങ്കിൽ ജനറൽ സൊല്യൂഷൻ മേ നൗ ബി റിട്ടൺ ആസ് ജനറൽ സൊല്യൂഷൻ UI ഈസ് ഈക്വൽ ടു സമ്മേഷൻ ഓവർ K ഈസ് ഈക്വൽ ടു 1 to n CK ഇൻറ്റു AIK e raised to I omega k t എന്ന് എഴുതാം. അപ്പോൾ എന്താണ്, അപ്പോൾ ഇവിടെ നമ്മൾ എന്താണ് ഇൻഡെക്സ് K യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സമ്മേഷൻ ഫോർ ഡിസ്പ്ലേസ്മെൻറ്റ് ഡ്യൂ ടു ഓൾ അലൗഡ് ഫ്രീക്വൻസീസ്. അപ്പോൾ അലൗഡ് ഫ്രീക്വൻസി, എല്ലാ അലൗഡ് ഫ്രീക്വൻസി കൊണ്ടുണ്ടാകുന്ന ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ സമ്മേഷൻ എന്ന രീതിയിലാണ് നമ്മളിവിടെ K സഫിക്സ് ഇൻഡെക്സ് യൂസ് ചെയ്യുന്നത്, K ഇൻഡെക്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ കറസ്പോണ്ടിങ് ടു ദ നോർമൽ ഫ്രീക്വൻസി ഒമേഗ കെ, അത് ഒമേഗ കെ എന്ന് പറയുന്നത് കേത്ത് മോഡ് ഓഫ് വൈബ്രേഷൻ്റെ ഫ്രീക്വൻസിയാണ്. അപ്പോൾ ദ ഐഗൺ വെക്റ്റർ എ കെ വിത്ത് n കമ്പോണൻറ്റ് ഗിവൺ ബൈ ദി മെട്രിക്സ്. അപ്പോൾ അതിൻ്റെ കേത്ത് കറസ്പോണ്ടിങ് ടു നോർമൽ ഫ്രീക്വൻസി ഒമേഗ കെ, അതായത് കേത്ത് മോഡ് വൈബ്രേഷൻ്റെ ദ ഐഗൺ വെക്റ്റർ ഈസ് എ കെ with n component given by the matrix. അപ്പോൾ AK is equal to A1K, A2K, etc. ANK. ഇങ്ങനെ എന്ത് ചെയ്യും, എന്തുണ്ടാവും, ഐഗൺ വെക്റ്റർ AK ഐഗൺ വെക്റ്ററിന് n കമ്പോണൻസ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അത് നമ്മൾ പറഞ്ഞു. നെക്സ്റ്റ്, ഫോർ ദ ഓസിലേറ്റിംഗ് സിസ്റ്റം ദർ ആർ n ഐഗൺ വെക്റ്റേഴ്സ്. അപ്പോൾ ഒരു ഓസിലേറ്റർ സിസ്റ്റത്തിന് എന്തുണ്ടാവും, n ഐഗൺ വെക്റ്റേഴ്സ് ഉണ്ടാവും, A1, A2, etc. AK, etc. AN, where AK is given by 58. ഇവിടെയുള്ള AK, അതായത് n ഫ്രീക്വൻസീസ് ഉണ്ടാകും, അതിൽ AK എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, നിലയുള്ള ഇക്വേഷൻ വെച്ച് കണ്ടുപിടിക്കാം. AK നമ്മളെ 58 ഇക്വേഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളതാണ്. Thus in all there are n by n eigen vector components for the system which may be represented by the matrix. അപ്പോൾ നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്ക് കാണാൻ കഴിയും എന്താ, ഐഗൺ വെക്റ്റർ എന്ന് പറയുന്നത്, ഐഗൺ വെക്റ്ററിന് n by n ഐഗൺ വെക്റ്ററാണ്, അതിന്
എന്ത് ചെയ്യുക, നമ്മൾ ടോട്ടലായിട്ട് എടുക്കുമ്പോൾ നമ്മൾ എ കെ എന്ന് പറയുന്ന ഒന്ന് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. ടോട്ടലായിട്ട് നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് എന്ത് പറയാം, അതൊരു വലിയ മാട്രിക്സ് ആയിട്ട് പറയാം, n/n മാട്രിക്സ് ആയിട്ട് പറയാം. അപ്പോൾ എന്ത് കിട്ടും, നമ്മൾ എ എന്നുള്ളത് A11 A12 എക്സെട്ര A1n A21 A22 എക്സെട്ര A2n എക്സെട്ര എക്സെട്ര AN1 AN2 എക്സെട്ര ANn. അപ്പോൾ എ എന്ന് പറയുന്നത് ക്യാപിറ്റൽ എ കൊണ്ട് നമ്മൾ അതിനെ ഡിനോട്ട് ചെയ്യുന്നു, ആ ഒരു ഐഗൺ വെക്ടറിന് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നു. മൊത്തം സിസ്റ്റത്തിൻ്റെ എ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇങ്ങനെ നമുക്കിവിടെ ഒരു മാട്രിക്സ് കിട്ടി. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ സെക്യുലർ ഇക്വേഷൻ്റെ സൊല്യൂഷൻ നോക്കുവാണെങ്കിൽ ഒമേഗ കെ സ്ക്വയർ എന്ന് പറയുമ്പോൾ അപ്പോൾ ഈ ഒരു സെക്യുലർ ഇക്വേഷൻ്റെ അകത്തുള്ള ഓരോ ഒമേഗ കെ സ്ക്വയറിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് രണ്ട് റെസൊണൻസ് ഫ്രീക്വൻസീസ് കാണാൻ വേണ്ടി കഴിയും. അതായത് പ്ലസ് ഒമേഗ കെയും അതേപോലെ മൈനസ് ഒമേഗ കെയും. അങ്ങനെ രണ്ട് ഫ്രീക്വൻസിയാണ്. ഒമേഗ കെ സ്ക്വയർ ആകുമ്പോൾ സാധാരണയായിട്ട് എന്ത് ചെയ്യും, പ്ലസും മൈനസും രണ്ടും ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ രണ്ട് ഫ്രീക്വൻസി സൊല്യൂഷൻ നമുക്ക് രണ്ട് റെസൊണൻസ് ഫ്രീക്വൻസീസ് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ ഐഗൺ വെക്ടർ എ കെ എന്നുള്ളത് എന്താണ്, ഇതിനെ രണ്ട് ഫ്രീക്വൻസിക്കും സെയിം ആയിരിക്കും ഐഗൺ വെക്ടർ എ കെ. അപ്പോൾ പക്ഷേ നമ്മുടെ സ്കെയിലിംഗ് ഫാക്ടർ എന്ന് പറയുന്നത് സി കെ പ്ലസും സി കെ മൈനസും ആയിട്ട്, അതായത് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള എന്താണ് സ്കെയിലിംഗ് ഫാക്ടർ ആയിരിക്കും ഇതിന് രണ്ടിനും ഉണ്ടാവുക. ഐഗൺ വെക്ടർ സെയിം ആണ്, പക്ഷേ രണ്ട് റെസൊണൻറ്റ് ഫ്രീക്വൻസീസ് പ്ലസ് ഒമേഗ കെയും മൈനസ് ഒമേഗ കെയും ഉണ്ടാവും. അപ്പോൾ നമുക്ക് ജനറൽ സൊല്യൂഷൻ ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ, അതായത് നമ്മൾ സി കെ പ്ലസും സി കെ മൈനസും ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് നോക്കുമ്പോൾ UI is equal to summation over k is equal to 1 to n aik into ck plus e plus I omega k e raised to plus I omega k t plus ck minus e raised to മൈനസ് I omega k t എന്നുള്ളത് കിട്ടും. ഈ രീതിയിൽ കിട്ടും. പിന്നെ അതുപോലെ നമ്മൾ ഒരു ഈ ഒരു സൊല്യൂഷൻ്റെ എന്താണ് ശരിക്കും ആക്ച്വൽ മോഷൻ എന്ന് പറയും. ഈ ഓസിലേറ്ററി മോഷൻ്റെ നമുക്കിവിടെ ഒരു എന്ത് കിട്ടി, സൊല്യൂഷൻ കിട്ടി. ഇതൊരു കോംപ്ലെക്സ് സൊല്യൂഷനാണ്, പക്ഷേ ഇതിൻ്റെ റിയൽ പാർട്ടാണ് നമ്മളെ ആക്ച്വൽ മോഷൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ആക്ച്വൽ മോഷൻ എന്ന് പറയുന്നത് ഈ കോംപ്ലെക്സ് സൊല്യൂഷൻ്റെ റിയൽ പാർട്ടാണ്. ആ റിയൽ പാർട്ടിനെ മാത്രം നമ്മൾ എക്സ്പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ UI ഈസ് ഈക്വൽ ടു സമ്മേഷൻ ഓവർ k ഈസ് ഈക്വൽ ടു 1 to n fk aik cos omega kt പ്ലസ് omega kt പ്ലസ് 5k. അപ്പോൾ റിയൽ പാർട്ട് മാത്രം എഴുതിയതാണ്, അതായത് കോസ് ടേം ആയിരിക്കും വരിക അല്ലേ, റിയൽ പാർട്ട് മാത്രമാകുമ്പോൾ. അപ്പോൾ ഇതാണ് നമ്മളെ ആക്ച്വൽ മോഷൻ്റെ, അതായത് കോംപ്ലെക്സ് സൊല്യൂഷൻ്റെ റിയൽ പാർട്ട് എന്ന് പറയുന്നത്, അതായത് നമ്മളെ ആക്ച്വൽ മോഷൻ. നമുക്കിത് വെച്ച് എന്ത് ചെയ്യാം, എക്സ്പ്രസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ എഫ് കെ എന്ന് പറയുന്നത് FK ആൻഡ് 5K എന്ന് പറയുന്നത് എന്താണ്, ഇനീഷ്യൽ കണ്ടീഷൻ എന്ന് കണ്ടുപിടിക്കുന്നതാണ്. ഓക്കെ, ഇനീഷ്യൽ കണ്ടീഷനാണ്, ഡിറ്റർമൈൻഡ് ഫ്രം ദി ഇനീഷ്യൽ കണ്ടീഷൻ. FK ആൻഡ് 5K എന്ന് പറയുന്നത് ഇനീഷ്യൽ കണ്ടീഷൻ എന്നുള്ളത് ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടി കഴിയും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ എന്ത് പറയുന്നത്, ഈ ഒരു സ്മോൾ ഓസിലേഷൻ്റെ തിയറി എന്ന് പറയുന്നത്. നമുക്കിതിൽ മനസ്സിലായത് എന്തൊക്കെയാണ് നമ്മൾ ചെയ്തത്. ഫസ്റ്റ് നമ്മൾ എന്ത് കണ്ടുപിടിച്ചു, ഈ സ്മോൾ ഓസിലേഷൻ്റെ അബൌട്ട് ദി സ്റ്റാബിൾ ഇക്വിലിബ്രിയത്തിൽ സ്മോൾ ഓസിലേഷൻ്റെ എന്താ നമ്മൾ ഫസ്റ്റ് കണ്ടുപിടിച്ചത്, ജസ്റ്റ് ഒന്ന് പറയാം എന്താണെന്നുള്ളത്. പൊട്ടൻഷ്യൽ എനർജി ഫസ്റ്റ് കണ്ടുപിടിച്ചു അല്ലേ. പൊട്ടൻഷ്യൽ എനർജി കണ്ടുപിടിച്ചു നമ്മൾ. എന്നിട്ട് എന്ത് ചെയ്തു, ആ ഒരു സ്മോൾ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ കാര്യം നമ്മൾ എന്ത് ചെയ്തു, ജനറലൈസ്ഡ് ഇക്വേഷനിൽ ജനറലൈസ്ഡ് കോർഡിനേറ്റിൽ ആ ഒരു സംഭവം ഇൻക്ലൂഡ് ചെയ്തു. അതാണ് UI എന്ന് പറയുന്ന കോർഡിനേറ്റ് വന്നത്. അപ്പോൾ നമ്മൾ കോർഡിനേറ്റ് ചെറുതായിട്ടൊന്ന് കോർഡിനേറ്റ് ഒന്ന് മാറി. അപ്പോൾ അതിനെയും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്തു, പൊട്ടൻഷ്യൽ എനർജി എന്താണെന്നുള്ളത് എഴുതി. എന്നിട്ട് നമ്മൾ എന്ത് പറഞ്ഞു, നമുക്ക് കുറച്ച് കണ്ടീഷൻസ് കൊടുത്തു. അതായത് നമ്മൾ സ്റ്റേബിൾ ഇക്വിലിബ്രിയം പൊസിഷനിലുള്ള എന്ത് ചെയ്ത എനർജി നമ്മൾ 0 ആണെന്ന് എടുത്തു. അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു, ആ ഒരു പുതിയ കോർഡിനേറ്റിൻ്റെ ടേമിൽ മാത്രം, അതായത് ആ ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് വരുന്ന ആ ഒരു ടേമിൽ മാത്രമുള്ള നമ്മൾ പൊട്ടൻഷ്യൽ എനർജി അങ്ങ് എഴുതി വെച്ചു. ഓക്കെ, അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു, എന്താ ചെയ്തത്, അതിനുശേഷം നമ്മൾ കൈനറ്റിക് എനർജി കണ്ടുപിടിച്ചു. കൈനറ്റിക് എനർജി നമ്മളൊരു ഫംഗ്ഷനാക്കി എഴുതലുണ്ടായിരുന്നു, ടൈലർ സീരീസിൽ എഴുതലുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് നമ്മൾ എന്ത് ചെയ്തു, കൈനറ്റിക് എനർജിയുടെ ഒരു ഇക്വേഷൻ നമുക്ക് കിട്ടി. അതവിടെ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചു.
അപ്പോൾ നമ്മളെ കയ്യിൽ ടിയും ഉണ്ട്. അതേപോലെ നമ്മൾ ഒരു മെട്രിക്സ് ഫോമിലും എങ്ങനെയാണുള്ളത് ഇതിൻ്റെ കൂടെ തന്നെ ചെയ്തു പോയിട്ടുണ്ട്, മെട്രിക്സ് ഫോമിലുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, നെക്സ്റ്റ് ലെഗ്രാഞ്ചിയനാണ് കണ്ടുപിടിക്കുന്നത്. ലെഗ്രാഞ്ചിയൻ കണ്ടുപിടിച്ചതിന് ശേഷം നമുക്കറിയാം ലെഗ്രാഞ്ചസ് ഇക്വേഷൻ ഓഫ് മോഷൻ അറിയാം. അതിന് നമ്മൾ ഈ ഒരു ലെഗ്രാഞ്ചിയനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ആ ഒരു ഇക്വേഷൻ ഓഫ് മോഷൻ വെച്ച് നമ്മൾ എന്ത് കണ്ടുപിടിച്ചു, ഒരു ഇക്വേഷൻ കണ്ടുപിടിച്ചു. അതായത് നമ്മൾ ഈ ഒരു സ്മോൾ ഓസിലേഷൻ എന്ന് പറയുന്ന ആ ഒരു മോഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇക്വേഷൻ ഓഫ് മോഷൻ നമ്മൾ കണ്ടുപിടിക്കുകയാണ് ചെയ്തത്. ഇത് കണ്ടുപിടിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു, ഐഗൺ വാല്യൂ സെക്യുലർ ഇക്വേഷൻ അല്ലെങ്കിൽ ഐഗൺ വാല്യൂ ഇക്വേഷൻ കണ്ടുപിടിച്ചു. അതായത് നമ്മളൊരു സൊല്യൂഷൻ എടുത്തിട്ട്, അതായത് ഓസിലേറ്ററി മോഷന് ഈ ഒരു രീതിയിലുള്ള സൊല്യൂഷൻ ആയിരിക്കും ഉണ്ടാവാൻ നമുക്കറിയാം. അപ്പോൾ ആ ഒരു സൊല്യൂഷൻ, ജനറൽ ഫോം ഓഫ് സൊല്യൂഷനെ നമ്മളിതിൽ ഈ ഒരു കണ്ടീഷനിലേക്ക് കൊണ്ടുവന്നിട്ട് അതിനെ നമ്മൾ സോൾവ് ചെയ്യാൻ വേണ്ടി നോക്കുകയാണ് ചെയ്തത്. അപ്പോൾ നമ്മൾ ആ ഒരു സൊല്യൂഷനെ കൊണ്ടുവന്നു. സൊല്യൂഷനെ നമ്മൾ ഇക്വേഷൻ ഓഫ് മോഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ആ സൊല്യൂഷൻ എടുത്തിട്ട് നമ്മൾ കണ്ടുപിടിച്ച ആ ഒരു ഇക്വേഷൻ ഓഫ് മോഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ് ചെയ്തത്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ നമുക്ക് മെട്രിക്സ് ഫോമിലുള്ള ഇക്വേഷനൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ അതുപോലെ മെട്രിക്സ് ഒക്കെ എങ്ങനെയാണെന്നുള്ളതൊക്കെ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ എന്ത് ചെയ്തു, നമ്മൾ ഇതിൻ്റെ ഐഗൺ വാല്യൂ ഇക്വേഷൻ കണ്ടുപിടിക്കുകയും ചെയ്തു. അതായത് ടി ഇൻവേഴ്സും കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമ്മൾ ഐഗൺ വാല്യൂ ഇക്വേഷൻ കണ്ടുപിടിച്ചു. എന്നിട്ട് പിന്നെ ഐഗൺ വെക്ടറും കണ്ടുപിടിച്ചു. എന്നിട്ട് ഈ ഐഗൺ വാല്യൂ ഇക്വേഷനെ നമ്മൾ എന്ത് ചെയ്തു, ഇക്വേഷൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കുക. അതായത് ഡിറ്റർമിനൻ്റ് വെച്ചിട്ട് നമ്മൾ ആ ഒരു സെക്യുലർ ഇക്വേഷൻ കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ ഇതിൽ എന്ത് ചെയ്യാം, നമ്മൾ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ നോക്കി. എന്നിട്ട് നമ്മൾ എന്ത് പറഞ്ഞു, ഈ ഒമേഗ സ്ക്വയർ, അതായത് ഫ്രീക്വൻസിയുടെ ടേമിലായിരുന്നു നമുക്ക് വന്നിട്ടുണ്ടായിരുന്നത്. ഇത് നമ്മളെ നോർമൽ മോഡ് ഫ്രീക്വൻസീസ് എന്ന് പറയാം. ആ ഫ്രീക്വൻസിയുടെ ടേമിൽ നമ്മൾ എന്ത് ചെയ്തു, ഫ്രീക്വൻസി വെച്ചിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആംപ്ലിറ്റ്യൂഡൊക്കെ കണ്ടുപിടിച്ചു. എന്നിട്ട് ആംപ്ലിറ്റ്യൂഡ് ഒക്കെ കണ്ടുപിടിച്ചു. ആ ഒരു കണ്ടീഷനൊക്കെ നമ്മൾ നോക്കി. നമ്മൾ എന്ത് ചെയ്തു, ഇതെന്ന് നമ്മൾ ഫ്രീക്വൻസീസ് എന്ന് പറയുന്നത് ഫ്രീ വൈബ്രേഷൻ്റെ ഫ്രീക്വൻസീസ് ആണെന്നുള്ളതൊക്കെ നമ്മൾ കണ്ടു, അതിൻ്റെ കാര്യങ്ങളൊക്കെ. എന്നിട്ട് നമ്മൾ ആ ഒരു സംഭവങ്ങളും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ട് നമ്മൾ ജനറൽ സൊല്യൂഷൻ ഒന്ന് മാറ്റി എഴുതി. എന്നിട്ട് ആ ജനറൽ സൊല്യൂഷൻ വെച്ച് നമ്മൾ എന്ത് പറഞ്ഞു, നോർമൽ ഫ്രീക്വൻസീസിൻ്റെ കേസിലൊക്കെ വന്നു. ആംപ്ലിറ്റ്യൂഡൊക്കെ എങ്ങനെ വരും എന്നുള്ളതൊക്കെ, ഐഗൺ വെക്ടർ എങ്ങനെയാണെന്നുള്ളതൊക്കെ നമ്മൾ ചെയ്ത് നോക്കി. ലാസ്റ്റ് നമ്മൾ എന്ത് ചെയ്തു, ഇതിന് റെസൊണൻറ്റ് ഫ്രീക്വൻസി, അതായത് ഇതിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കുക എന്നുള്ള ഒരു രീതിയിലേക്ക് നമ്മൾ വന്നു അല്ലേ. അതായത് ഒരു കോംപ്ലക്സ് ഫോമിലുള്ള ഒരു സൊല്യൂഷൻ നമുക്ക് കിട്ടി. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, അതിൻ്റെ റിയൽ പാർട്ടാണ് നമ്മൾ റിയൽ സൊല്യൂഷൻ എന്നുള്ളത്, റിയൽ പാർട്ടാണ് നമ്മളെ മോഷനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്നുള്ളത് പറഞ്ഞു. ആ റിയൽ പാർട്ട് സൊല്യൂഷൻ നമ്മൾ എഴുതി നോക്കി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ സ്മോൾ ഓസിലേഷൻ്റെ ജനറൽ തിയറി എന്ന് പറയുന്നത് ഈ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇത് നിങ്ങളൊന്ന് പഠിക്കുക. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് നോർമൽ കോർഡിനേറ്റ്സ് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട് അല്ലേ, കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്മോൾ ഓസിലേഷൻ നോർമൽ കോർഡിനേറ്റ്സിൽ എങ്ങനെയാണുള്ളതെന്നുള്ളതാണ് നമ്മൾ ഇതിനെ തന്നെ ഒന്ന് മാറ്റുന്നതായിരിക്കും. അപ്പോൾ ആ രീതിയിലുള്ളത് നമ്മൾ ഇനി അടുത്ത ക്ലാസ്സിൽ നോക്കാനുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് നന്നായിട്ട് പഠിക്കാം. അപ്പോൾ ഓക്കെ, താങ്ക് യു.